ചേതന FM 90.8 ഇനി കേൾക്കാം ഓണാട്ടുകരയുടെ കാർഷിക പൈതൃകത്തിലൂടെയുള്ള ഒരു യാത്ര. മണ്ണറിവ് നല്ലറിവ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ മുരളീധരൻ തഴക്കര. ഇന്നത്തെ അതിഥി ശ്രീമതി രജനി ജയദേവ്. നമസ്കാരം. നമസ്കാരം. ഓണാട്ടുകരയെ സംബന്ധിച്ചിടത്തോളം ഈ കർഷക കൂട്ടായ്മകൾക്ക് വളരെയധികം പ്രസക്തിയുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് കൃഷിയോട് ചേർന്ന് നിൽക്കുന്ന, കൃഷിയുടെ അനുരണനങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശം എന്നുള്ള നിലയിൽ അതിന് ഒരു പണത്തൂക്കം മുന്നിലാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ശ്രീമതി രജനി ജയദേവിനെ നമ്മളുടെ ചേതനയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ വലിയൊരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ്, ഇപ്പോൾ പള്ളിക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ്, സർവോപരി ഓണാട്ടുകരയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൂട്ടായ്മ, പ്രത്യേകിച്ച് എല്ലാ കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണത്. ഓണാട്ടുകര സ്പൈസസ് അല്ലേ? ഓണാട്ടുകര സ്പൈസസ് FPC. കാരണം അതൊരു ശൃംഖലയാണ്. കാരണം ഓരോ പ്രദേശങ്ങളിലും നിരവധി സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ടുള്ള കൂട്ടായ്മകൾ, അതിനെയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഒരുമയുടെ സന്ദേശം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. എന്താണ് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓണാട്ടുകര സ്പൈസസ് FPC എന്ന് പറയുമ്പോൾ നമ്മളുടെ ശ്രോതാക്കളോട് അതിനെക്കുറിച്ച് ഒന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ പറ്റും? ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ തുടങ്ങണമെന്ന് പറഞ്ഞ് നബാർഡാണ് ആദ്യം നാട്ടിലെ കർഷകരെല്ലാം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ പറഞ്ഞത്. അന്ന് ആദ്യം 2016 ഞങ്ങൾ രജിസ്റ്റർ ചെയ്യണം, ആദ്യത്തെ FPCകളിൽ പെട്ടത്. അന്ന് ആർക്കും FPC എന്താണെന്ന് അറിയില്ല, അതിൻ്റെ നിയമങ്ങൾ അറിയില്ല, അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രമാണ് ഞങ്ങൾക്ക് അതിൻ്റെ സാങ്കേതിക സഹായം തന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നത്. കൃഷി വിജ്ഞാന കേന്ദ്രം കായംകുളം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് സാങ്കേതികത്വമൊക്കെ അവർ പറഞ്ഞു തന്നതുകൊണ്ട് കൃഷിക്കാരെ സംഘടിപ്പിക്കേണ്ട ഒരു ചുമതലയെ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. 235 കർഷകരെ വെച്ചാണ് നമ്മൾ രജിസ്ട്രേഷൻ തുടക്കം. ഇന്ന് 500 കർഷകർ കൂടുതലുണ്ട്. ഞങ്ങൾക്ക് 600-ൻ്റെ അടുത്താണ്, 592 കർഷകരുണ്ട്. അടുക്കുന്നു. പിന്നെ ചിലർക്ക് കൂടുതൽ ഷെയർ ഉള്ളവരുണ്ട്, അങ്ങനെ ആകാറില്ല. പക്ഷേ ശരിക്കും ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഈ 600-ൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ആദ്യം തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയാണ് കർഷകരെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് ഒരു അറിവില്ലായ്മയുണ്ട് അതിന്, ഇത്രയും വലിയൊരു കൂട്ടായ്മ വരുമ്പോൾ. പക്ഷേ നമ്മൾ സ്പൈസസ് ആയതുകൊണ്ട് ഓണാട്ടുകരയുടെ ഒരു വിളയാണ് മഞ്ഞൾ. ആലപ്പി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഓണാട്ടുകരയുടെ മണ്ണിലാണ് അത് ഏറ്റവും നല്ല വിളവ് കിട്ടുന്നത് അവിടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾ, സുഗന്ധവിളകളായത് മഞ്ഞൾ, ഇഞ്ചി, കുടംപുളി, കുരുമുളക്, അങ്ങനെ 4 കൃഷിയുടെ വിളകളാണ് ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ആദ്യ വർഷം തന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, മഞ്ഞളൊക്കെ വാങ്ങിക്കുമ്പോൾ ആളുകൾ അത് ഏത് വെറൈറ്റിയാണ് അങ്ങനെയാണ് ചോദിച്ചു വരുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് നമുക്ക് പ്രാമുഖ്യം കൊടുക്കണം. ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് 2 വെറൈറ്റിയാണ്. ഒന്ന് പ്രതിഭ എന്ന് പറയുന്നതും ഒന്ന് ആലപ്പി സുപ്രീം, നമ്മുടെ തനത് വിളയാണ്. ഇതെല്ലാം ISR കാലിക്കറ്റ് അതിൽ നിന്ന് ഉരുത്തിരിച്ചു കൊണ്ടുവന്ന പ്രതിഭ. ഇതും അതെ, ആലപ്പി സുപ്രീം, ആലപ്പി മഞ്ഞളിൽ നിന്ന് ആലപ്പി സുപ്രീം എന്നുള്ള ഒരു വെറൈറ്റി ഉണ്ടാക്കിയെടുത്തു. വില കുറച്ച് കർഷകർക്ക് വിത്ത് കൊടുക്കുകയും അവർ കൃഷി ചെയ്തത് നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വില കൂട്ടി, അതായത് ഒരു മാർക്കറ്റ് വിലയേക്കാളും 5 രൂപയോ 10 രൂപയോ കൂട്ടി കർഷകരിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ കർഷകരെല്ലാം നമ്മളോട്, അവർക്ക് മനസ്സിലായി ഇതിലുകൊണ്ടൊരു ഗുണമുണ്ട് എന്ന്. അങ്ങനെ ഇപ്പം നമ്മൾ ഈ 10 വർഷമായി കമ്പനി കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ട്. അതിനുശേഷം ഞങ്ങൾ കർഷകരെ കൊണ്ട് കൃഷി ചെയ്ത് എടുക്കുന്ന ഇതും വിത്തായിട്ടും വിൽക്കും. പിന്നെ വാല്യൂ അഡീഷൻ തുടങ്ങി. 2 വർഷം കൂടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇത് പുഴുങ്ങൽ, ഉണക്കൽ, അങ്ങനെ ഉൽപ്പന്നങ്ങളാക്കി. അല്ലെങ്കിൽ ലാഭം കിട്ടത്തില്ലല്ലോ, നമുക്ക് കർഷകരെ സഹായിക്കാൻ വേണം. എന്നാൽ നമുക്ക് ഇത് ഇരുന്നു പോകാനും പാടില്ല. അങ്ങനെ മഞ്ഞൾപ്പൊടി, ചുക്കുപൊടി, ഡ്രൈഡായിട്ടും പൗഡറായിട്ടും അങ്ങനെ അതെല്ലാം ഒരുപാട് ഉൽപ്പന്നങ്ങളാക്കി മാറ്റി. പിന്നെ കുടംപുളി ഉണ്ടായിരുന്നു. കുടംപുളിക്ക് ഞങ്ങൾ കുടംപുളി പേസ്റ്റ്, അത് നമ്മൾ കുടംപുളി ഉണങ്ങുന്ന കുടംപുളി അല്ലാതെ തന്നെ കുടംപുളിയുടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി. അത് CPCRയുടെ ഒരു സാങ്കേതിക സഹായത്തോടു കൂടിയാണ്, CPCRയുടെ ഒരു സാങ്കേതിക സഹായത്തോടു കൂടിയാണ് ചെയ്തത്. അത് വെറുതെ നമ്മൾക്കിപ്പോൾ അത് കറികളിലൊക്കെ കറുത്ത പുളിയാണ് നമുക്കെല്ലാം ശീലമെങ്കിലും നമുക്കിത് ഒരു സ്പൂൺ ഇട്ടാൽ ആ പുളി രുചി കിട്ടുന്നതാണ്. പിന്നെ ഇത് ഒബേസിറ്റിക്ക് കുറച്ച് നല്ലതാണെന്ന് പറയും, വെള്ളത്തിൽ കലക്കി കുടിക്കാനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി. പിന്നെ കുരുമുളക് നമുക്ക് നമ്മുടെ നാട്ടിൽ വലുതായിട്ട് കർഷകരില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ നാട്ടിൽ വിൽക്കാൻ മാത്രമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ സംഭരിച്ച് വിറ്റഴിക്കും. അപ്പം കർഷകരെ ഏത് തരത്തിലും നമുക്ക് കർഷകരെ സഹായിക്കാൻ പറ്റിയ ഒരു അടിസ്ഥാനം നമ്മളിട്ടു.
അത് വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. നമ്മൾ തടക്കക്കാരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അത് വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഈ ഇപ്പം തന്നെയല്ല, ഇന്ന് ആളുകളൊക്കെ അന്വേഷിക്കുന്ന അല്പം വില കൂടിയാലും വിശ്വസ്തമായ നല്ല ഉൽപ്പന്നങ്ങൾ ആണോ എന്ന് അന്വേഷിക്കാറുണ്ട്. ഇപ്പോൾ അങ്ങനെയും കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. വിലയേക്കാൾ കൂടുതൽ ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മയും അതിൻ്റെ നന്മയുമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പം നമ്മൾ ഇതിന് നല്ലൊരു മാർക്കറ്റില്ലേ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക്? ഉണ്ട്. ആദ്യത്തെ 2 വർഷമൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ആർക്കും അറിയില്ല. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ ഇല്ലാത്തൊരു കുഴപ്പത്തിലോട്ട് വരുന്നുണ്ട്. ഇപ്പം വിത്തായിട്ട് കുറേ പോവും, പിന്നെ നമ്മൾ ഉണക്കിയൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത്, അപ്പോൾ കുറച്ച് പോരായ്മ വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ കർഷകരെ കൊണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും. കുറച്ച് ഏരിയ കൂടെ കൃഷി ചെയ്യാനായിട്ട്. മഞ്ഞളിന് നല്ല ഡിമാൻഡാണ്. മഞ്ഞൾ പൊടിയായിട്ട് മഞ്ഞളിൻ്റെ ഡ്രൈഡായിട്ടും കുറേ ആളുകൾ നമുക്ക് ഡ്രൈഡായിട്ട് വാങ്ങിക്കും. അവർക്ക് കുറച്ചുകൂടെ വിശ്വസ്തതയുണ്ട് അതിനകത്തൊന്നും മായം ചേർന്നില്ല, ഉണങ്ങി മഞ്ഞളാണ്. കുർക്കുമിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ എവറി ഇയർ, അല്ലെങ്കിൽ ഇൻ 2 years ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും എന്ത് വ്യത്യാസം വരുന്നെന്ന്. ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ കൊടുക്കും, ആളുകൾക്ക് കാണിക്കുകയും കൊടുക്കും. അപ്പം ന്യായമായ വിലയ്ക്ക് കർഷകരിൽ നിന്ന് സംഭരിക്കുന്നു. നമ്മുടെ സ്ത്രീകളുടെ കൂട്ടായ്മ തന്നെ അത് സംസ്കരിക്കുന്നു, നമ്മൾ തന്നെ അത് വിപണനം നടത്തുന്നു. ഇവിടെ ഒരു അന്യ ഇടപെടൽ, ഒരു മൂന്നാം കക്ഷിയില്ല. അത് അവിടെയാണ് അതിന്റെ ഗുണം. അപ്പോൾ അതിൽ നിന്ന് ഇപ്പൊ മെക്കനൈസേഷൻ ഒക്കെ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനാവശ്യമായ ഡ്രയറൊക്കെ പല സ്ഥലത്തുനിന്നും സഹായങ്ങളൊക്കെ നമ്മൾ ചെന്ന് എല്ലാവരോടും ചോദിച്ചു വാങ്ങുമല്ലോ, വാങ്ങണമല്ലോ. അതല്ല, അങ്ങനെ നമ്മളെ സഹായിച്ച ഒരുപാട് പേരുണ്ട്, നമുക്ക് പറയാതെ പോകില്ല. ആദ്യം നമുക്ക് പുഴുങ്ങാനൊക്കെ KVK തന്നെയാണ് ഞങ്ങൾക്ക് ബോയിലർ തന്നു. പിന്നെ ഞങ്ങൾ ഒരെണ്ണം വില കൊടുത്ത് വാങ്ങിച്ചു. എന്താന്ന് വെച്ചാൽ മഞ്ഞൾ വരുമ്പോൾ 10-20 ടൺ മഞ്ഞൾ വരും. അത് നമുക്ക് ഈ മഴക്കാലം എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സംസ്കരിച്ചെടുക്കണം. ഓരോ കുറേശ്ശെ പുഴുങ്ങിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമുക്ക് 150-200 കിലോ ഒക്കെ ഒരുക്കി പുഴുങ്ങുന്ന പോലത്തെ ബോയിലറുണ്ട്. അങ്ങനത്തെ 2-3 വെച്ചങ്ങ് പുഴുങ്ങും. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കും. പിന്നെ ഡ്രയറും കൂടെ വന്നപ്പോൾ 1000 കിലോ ഉണക്കാം ഒരേ സമയത്ത്. വളരെ പെട്ടെന്ന് 4 ദിവസം കൊണ്ട് ഉണങ്ങും. അല്ലെങ്കിൽ സൺ ഡ്രൈയിങ് ആയിരുന്നു ആദ്യകാലത്ത്. അത് 15 മുതൽ 20 ദിവസം ഉണങ്ങിയാലേ ഉണങ്ങി. അതിൻ്റെ ഇടയ്ക്ക് മഴ വന്നാൽ അതും കറുത്തും പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പുരോഗമന പാതയിലാണെന്ന് പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ലേബർ കുറച്ച് കുറയുകയും ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് പായലൊക്കെ ഇട്ട് ഉണക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റബിളും അല്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം നമുക്ക് ആവശ്യമായ ഈ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഏകദേശം ഓരോരുത്തരുടെ സഹായം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു സ്ഥലം വാങ്ങിച്ചു സാറേ. ഞങ്ങൾ ആദ്യത്തെ 3-4 വർഷമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എവിടെയാണ് നമ്മുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്? ഭരണിക്കാവ് പഞ്ചായത്തില് പഞ്ചായത്തിന്റെ വടക്കുവശത്തോട്ട് മാറി ഒരു പ്ലോട്ട് ഞങ്ങൾ വാങ്ങിച്ചു. 10 സെന്റ് സ്ഥലം വാങ്ങിച്ചു. സ്ഥലം വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് കെട്ടിടത്തിനൊക്കെ ഉള്ള പൈസ ഓരോ സ്ഥലത്തുനിന്ന് 50% അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് അങ്ങനെയായിട്ട് കുറച്ച് പൈസ കിട്ടി. ചെറിയ ഞങ്ങൾ കട്ടകൾ ഇങ്ങനെ പെറുക്കി വെച്ച പോലെ അങ്ങനെ കുറേ സഹായങ്ങൾ കിട്ടി. പ്രോജക്റ്റൊക്കെ എഴുതി ഭംഗിയായി അവതരിപ്പിച്ച് നമ്മൾ ആളുകൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കർഷകരെ സഹായിക്കാൻ പദ്ധതികളുണ്ട് നമ്മുടെ നാട്ടിൽ. കൃഷി വകുപ്പിന്റെ സഹായം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വിത്തൊക്കെ അവരെടുക്കും നമ്മുടെ കയ്യിൽ. പദ്ധതി വെക്കുമല്ലോ കൃഷി വകുപ്പിൻ്റെ മാത്രമല്ല, പഞ്ചായത്തൊക്കെ പല പഞ്ചായത്തുകളും നമ്മൾ ഇതുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് അറിയുമ്പോൾ അവർ മഞ്ഞൾ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മഞ്ഞളിൻ്റെ വിത്ത് പദ്ധതി വെച്ച് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. തന്നെയല്ല, നമുക്ക് അത് വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമല്ല, നമ്മളത് തിരിച്ചു കൊടുക്കും. അവർക്ക് ന്യായമായ പണം കിട്ടുകയല്ലേ. അതെ. നമ്മുടെ നാട്ടിലെ കർഷകരാകുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാനും ബുദ്ധിമുട്ടില്ല. നമ്മൾ കൊണ്ടുവന്ന ഒരു കർഷകർക്കൊന്നും ഇപ്പം നമ്മൾ വേണ്ടാന്ന് പറയുന്നില്ല. ആദ്യകാലത്ത് ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു, ഇത് സ്റ്റോർ ചെയ്യാനൊന്നും സ്ഥലമില്ലാതെ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മളൊരു കിലോ മഞ്ഞൾ എത്ര രൂപ വെച്ചാണ് എടുക്കുന്നത്? 35 രൂപ. 35 രൂപ. എന്ന് വെച്ചാൽ അവരപ്പം പറിച്ച് അങ്ങനെ കൊണ്ടുവരും. അത് മണ്ണും ഇതെല്ലാം മാറ്റണം, പിന്നെ തട മാറ്റി, അങ്ങനെ നമ്മൾ കറക്റ്റ് വിത്തായിട്ട് കൊടുക്കുന്നതിന് ഒരു പ്രോസസ്സുണ്ട്, ഒരു ചെറിയ ലേബറുണ്ട് നമുക്കതിനകത്ത്. അപ്പോൾ 35 രൂപ നമ്മൾ റോ ആയിട്ടുള്ള മഞ്ഞൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മഞ്ഞൾ പൊടി എങ്ങനെയാണ് നമ്മൾ വിൽക്കുന്നത്? ഇപ്പം നമ്മൾ കൊടുക്കുന്നത് 400 രൂപ ഒരു കിലോ. 400 രൂപ. പക്ഷേ ഹോൾസെയിലാണെങ്കിൽ വില കുറച്ച് കൊടുക്കും. 350-നൊക്കെയാണ് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് കൊടുക്കാൻ നമുക്ക് നമ്മുടെ ഉൽപ്പന്നം ഉണ്ടോ? ഉണ്ട്. ഈ കേരളത്തിന് പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടോ? കേരളത്തിന് പുറത്താണ് നമുക്ക് ഡ്രൈഡ് മഞ്ഞൾ 3-4 വർഷമായിട്ട് പോകുന്നത്. എവറി 2 months അല്ലെങ്കിൽ 3 months അവർ വന്ന് ഒരു 300 കിലോ വാങ്ങിക്കും. അപ്പോൾ 300 കിലോ ഉണക്കണമെങ്കിൽ 1800 കിലോ മഞ്ഞളുണ്ടെങ്കിൽ 300 കിലോ ഉണക്കി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് എല്ലാ ത്രൂ ഔട്ട് ദ ഇയർ എന്ന് പറയുമ്പോൾ അത്രയും
വേണ്ടേ? അപ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് ഈ നമ്മളുടെ വിപണി വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സ്റ്റോക്ക് ഇരുന്ന് പോകുന്നില്ല. ഇല്ല. ആദ്യകാലത്തിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ സാർ, ആദ്യത്തെ കാലഘട്ടത്തിൽ നമ്മൾ തുടങ്ങിയപ്പോൾ അത് കഴിഞ്ഞ് കോവിഡും വന്നിടയ്ക്ക്. അപ്പോൾ സർക്കാർ കിറ്റിൽ എല്ലാവിടെയും മഞ്ഞൾ ചെല്ലുക, മഞ്ഞപ്പൊടി ചെല്ലുക. ഞാൻ പറഞ്ഞു കോവിഡിന്റെ കാലത്ത് ചെലവായാണ് മഞ്ഞപ്പൊടി. അപ്പോൾ നമുക്ക് കുറച്ച് ഇരുന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളത് മേക്കപ്പ് ചെയ്ത് എടുത്തു. ഈ മഞ്ഞൾ പോലെ തന്നെ ഇപ്പം നമ്മളിപ്പം കേരളം വിട്ട് ഇപ്പം മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകാമെങ്കിൽ അവിടെ ചായയിൽ ഈ ഇഞ്ചി ഒരു പ്രധാനപ്പെട്ട, ഇഞ്ചി ചായയുടെ ഒരു ഭാഗമാണ്. ഇഞ്ചി ഇടാതെ നമുക്ക് അവിടെ ചായ കിട്ടത്തില്ല. ഇപ്പോഴും അങ്ങനെ ഒരു ശീലത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇഞ്ചി പൊടിച്ചിട്ട് ഇഞ്ചിയുടെ പൊടി കിട്ടാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കത് കൊടുക്കാൻ നമ്മൾക്കുണ്ട് ഒരു പ്രോഡക്റ്റ് ആണ്. ഇഞ്ചി ഡ്രൈ ചെയ്തിട്ട് ചുക്കുപൊടി എന്നാണല്ലോ നമ്മൾ പറയുന്നത്, ചുക്കുപൊടിയാക്കി കൊടുക്കുന്നുണ്ട്, പാക്കറ്റ് ചെയ്ത് വിൽക്കുന്നുണ്ട്, പലരും വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന്. പക്ഷേ ഇഞ്ചിയുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇഞ്ചി നമ്മുടെ കാലാവസ്ഥയിൽ ഈ മഴക്കാലത്താണല്ലോ ഇത് വരുന്നത്, കുറച്ച് രോഗങ്ങളും കീടങ്ങളും മഞ്ഞൾ പോലെയല്ല, മണ്ണിനനുസരിച്ച് പ്രതിരോധ ശേഷിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. അല്ലെങ്കിൽ ഇഞ്ചി നല്ലപോലെ കൃഷി ചെയ്താൽ നമുക്ക് വിത്തായിട്ടും പോകും, ധാരാളമായിട്ട് ബൈ പ്രോഡക്ട്സ് ആയിട്ടും പോകും, പൊടിയായിട്ടും പോകും. അപ്പോൾ ഇത് ഇങ്ങനെ 3 പ്രധാനപ്പെട്ട പ്രോഡക്ട്സ് ആണ് നമ്മൾ. പിന്നെ കുരുമുളക് ഞാൻ പറഞ്ഞല്ലോ, ഉണക്കി കുരുമുളകായിട്ട് തന്നെ കൊടുക്കുന്നു. കുരുമുളകായിട്ടാണ് കൊടുക്കുന്നത്. ചാരുമുല്ല നമ്മുടെ ഓഫീസിൽ വന്നാൽ ഇതെല്ലാം വാങ്ങാൻ കഴിയും. എല്ലാം വാങ്ങാൻ കഴിയും. ഇപ്പം നമ്മുടെ ഈ സംഭാഷണം കേൾക്കുന്ന ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് കുറച്ച് മകൾക്ക് കൊടുത്തു വിടാൻ കുറച്ച് സാധനങ്ങൾ വേണമെന്ന് വെച്ചാൽ വന്ന് അവിടെ നിന്ന് വാങ്ങാം അല്ലേ? ഏത് സമയത്തും നമുക്ക് ഓഫീസ് ടൈം ഉണ്ടല്ലോ. പിന്നെ ഇപ്പം നമ്മളൊക്കെ അടുത്തൊക്കെ താമസിക്കുന്നവരാ, ഒരാൾ ലേറ്റ് ആയിട്ട് വന്നാലും ഞങ്ങൾ പോയി തുറന്ന് എടുത്തു കൊടുക്കും. നമ്മൾ ആരെങ്കിലും ഒരാൾ ചെല്ലും അവിടെ വിളിച്ചാൽ, ഫോണിൽ വിളിക്കുമ്പോഴേ ബന്ധപ്പെടുമ്പോൾ നമ്മൾ അങ്ങനെയും. ഒരു FPC എന്നുള്ള നിലയിൽ നമുക്ക് നബാർഡിൻ്റെ ഒരു വലിയ ഒരു ആശയമാണ് ശരിക്കും പറഞ്ഞാൽ FPC. അപ്പം നബാർഡിൻ്റെ ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന്, അതുപോലെ തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒക്കെ അവരുടെ ചില സഹായങ്ങളും പദ്ധതികളും ഘടക പദ്ധതികളുണ്ടല്ലോ, നമുക്കതെല്ലാം കിട്ടിയിട്ടുണ്ടോ? നബാർഡ് ആദ്യം തുടങ്ങാൻ വേണ്ടിയിട്ട് 9 ലക്ഷം രൂപ 4 പിന്നെ KVK കുറച്ച് കൊടുക്കും. അവരാണ് ഈ രജിസ്ട്രേഷനൊക്കെ ഭയങ്കര പൈസയാണ്, അതെല്ലാം അവരാണ് ചിലവാക്കിയത്. ഞങ്ങൾക്ക് സൈൻ ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളായിരുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും KVK ആണ്. അപ്പോൾ അവർക്കൊരു സ്റ്റാഫിനെ വെക്കാനുള്ള പൈസയും ഇത്ര പീരീഡിന് ഒരാളെ വെച്ച് ഈ ഡോക്യുമെൻ്റ് എല്ലാം ശരിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അവർക്ക് പോപ്പി എന്ന് പറയും അതിന്. അവർ അതിന് സാങ്കേതിക സഹായം തരുന്നവരെ അവർക്ക് കൃത്യമായിട്ടും ആ പൈസയാണ് ആദ്യം തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എത്ര ഷെയർ ഉണ്ടോ അതിന് തുല്യമായിട്ടൊരു മാച്ചിങ് ഗ്രാൻഡ് തന്നു. അപ്പോൾ നബാർഡിൻ്റെ ഭാഗത്തുനിന്ന് ന്യായമായ ഒരു സഹായവും സഹകരണവും നമുക്കുണ്ടായി. ഇപ്പോഴും നബാർഡ് നമ്മളെ വന്ന് നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും നമുക്ക് ഇനി എന്തൊക്കെ വേണമെന്ന് പറയുകയും കുറച്ചും കൂടെ നമ്മൾ ടേൺ ഓവർ കൂട്ടണമെന്ന് നമുക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നത് നബാർഡ് ഉണ്ട്. നമുക്ക് നബാർഡ് നമ്മളെ വിട്ടു പോയിട്ടില്ല, ഇപ്പോഴും നമ്മളെ വിട്ടു പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു വിപുലീകരണം, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതെല്ലാം ഔഷധ സമ്പൂർണമായ ഉൽപ്പന്നങ്ങളാണ്. അല്ല കേവലമായ ഒരു ഭക്ഷ്യപദാർത്ഥം എന്നതിന് ഉപരി മനുഷ്യൻ്റെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന, ആരോഗ്യത്തിന് ഗുണപരമായി മാറുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. മഞ്ഞളായാലും ഇഞ്ചി ആയാലും കുരുമുളകായാലും കുടംപുളി ആയാലും എല്ലാം തന്നെ. അപ്പോൾ അവിടെ നമുക്ക് ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കുറിച്ചൊരു ചിന്ത വേണ്ട. ഇനിയും നമുക്ക് കുറച്ചുകൂടെ വിപുലമായി 23-24 സ്ഥലമൊക്കെ വാങ്ങിച്ച് കെട്ടിടമൊക്കെ വെച്ച് 24-25 ആയപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു സാച്ചുറേഷനിലോട്ട് പോകും. ഈ മഞ്ഞളിൻ്റെ ബിസിനസ്സും ഇഞ്ചിയുടെ ബിസിനസ്സും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ചെറിയ അനുബന്ധ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാമെന്നാണ് ഒരു തീരുമാനമെടുത്തിട്ട്. അപ്പം അവിടെ നമ്മൾ സ്വീകരിച്ചൊരു ഇതെന്ന് വെച്ചാൽ സ്ത്രീകളുണ്ട്, ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സായ വനിതകളെ, അവർ കുടുംബശ്രീ അംഗങ്ങളും കൂടെയാണ് വീട്ടിൽ, കുടുംബശ്രീയിലും ഉള്ള അംഗങ്ങളാണ്. അപ്പോൾ അവർക്കൊരു തൊഴിലവസരം ഉണ്ടാക്കാം, നമുക്ക് ടേൺ ഓവറും കൂടും, വിൽപ്പന നടക്കും, കാര്യങ്ങൾ നടക്കും. അവർക്കൊരു വരുമാനദായകമായ ഒരു പദ്ധതിയായിട്ട് ഞങ്ങൾ ഈ എന്താ പറയുക സ്നേഹാന്നം എന്ന് പറഞ്ഞിട്ട് ഒരു സ്നേഹാന്നം വീടുകളിൽ ചോറ് കൊണ്ടുകൊടുക്കും. അവർ ഭക്ഷണം ഉണ്ടാക്കി ചോറ്റുപാത്രമൊക്കെ ഉണ്ട്, ചോറ്റുപാത്രം കൊണ്ട് പൊതിയാണ് കൊടുക്കും. പൊതിച്ചോറ് വേണമെന്നവർക്ക് പൊതിച്ചോറും കൊടുക്കും, വീടുകളിൽ എത്തിച്ചു കൊടുക്കും. അങ്ങനെ കുറച്ച് പേരൊക്കെ ഒരു ഔട്ട്ലെറ്റിനെയൊക്കെ കൂടുതലായിട്ട് അവർക്ക് ലാഭകരമായിട്ട് പോകുന്നത് അതാ. ആദ്യം ഞങ്ങളൊരു ഔട്ട്ലെറ്റ് എടുക്കാൻ തീരുമാനിച്ചു, അതെടുത്തിട്ട് അത്ര സക്സസ് ആയില്ല, ഉള്ള കാര്യം പറയണമല്ലോ. അത് കഴിഞ്ഞ് വീടുകളിൽ എത്തിക്കും. അവരെ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. രാവിലെ വിളിച്ചാൽ 11 മണിക്ക് ഭക്ഷണം വേണമെങ്കിൽ രാവിലെ വിളിക്കണം, എന്നാലല്ലേ അവർക്കത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ സ്ഥിരമായിട്ട് കൊടുക്കുന്നവരുണ്ട്. ഇതുകൂടാതെ ആ ഗ്രൂപ്പുകാർ തന്നെ പലതരം സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്.
ഇപ്പം ചക്കയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, റാഗിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, എള്ളിൽ നിന്നുള്ള ഓണാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എള്ളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, ഈ പൂവൻ വെറൈറ്റി വാഴകളിൽ നിന്നുള്ള, അതായത് കൊച്ചുങ്ങൾക്കുള്ള ഈ കുറുക്കുണ്ടല്ലോ, കണ്ണങ്കായ, ജീറിയാട്രിക് ഫുഡ് പോലെ അവർക്ക് ചക്കയുടെ പൊടിയും ഇതൊക്കെ ചേർത്തിട്ട് പ്രായമായവർക്കൊന്ന് കുറുക്കി 4 മണിക്കൊന്ന് കഴിക്കണമെങ്കിൽ അതിനു വേണ്ട ഇത് എല്ലാം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വഴിതിരിച്ചു വിട്ടു. അപ്പോൾ അത് ലാഭകരമായിട്ട്. എള്ളാണെങ്കിൽ ശരിക്കും നമുക്ക് എള്ള് ഇപ്പൊ ഇല്ലാത്ത കുഴപ്പമേ ഉള്ളൂ. അപ്പം നമ്മൾ കർഷകരോടൊക്കെ പറയുന്നുണ്ട് എള്ള് കൃഷി ചെയ്താൽ നമ്മൾ എടുക്കാം എന്ന് പറയുന്നുണ്ട്. എന്നാലും എള്ളിന്റെ പ്രോഡക്ട്സ് ധാരാളമായിട്ട് പോകുന്നുണ്ട്. എള്ള് ശരിക്കും പറഞ്ഞാൽ എള്ള് നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുക. എള്ളിന്റെ ഉൽപ്പന്നം ഞങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ അത് ഏറ്റവും അത്യാവശ്യം പോലെയുള്ള ടാബ്ലറ്റ് ഒഴിവാക്കാൻ കഴിയും ഈ എള്ള് കൃത്യമായിട്ട് കഴിച്ചാൽ. ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു ധാന്യം എന്ന് പറയുന്നത് എള്ളാണ്. അപ്പോൾ എള്ള് ഓണാട്ടുകാരുടെ മുഖമുദ്രയുമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ എള്ളിനെ കുറച്ചുകൂടി ഞങ്ങൾ പ്രൊജക്ട് ചെയ്ത് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ കൂടുതലും എള്ള് ഇടിച്ചത് നമ്മുടെ നാട്ടിലൊരു പ്രധാന, ഇപ്പൊ നമ്മൾ കടകളിൽ കിട്ടത്തില്ലല്ലോ. അത് കടകളിൽ വരുന്നത് എള്ള് ഇങ്ങനെ വറുത്തൊക്കെ അതിന്റെ ഇതൊക്കെ കളഞ്ഞിട്ടുള്ളതാ അല്ലേ. ശരിക്കും എന്താ പറയാ, ന്യൂട്രിയൻസ് ഇല്ലാത്തതാണ് ശരിക്കും. അത് വറക്കുമ്പോ വേറൊരു ഇതാണ്. ഇത് പച്ചയ്ക്ക് തന്നെ ഇടിച്ച് പണ്ടത്തെ അമ്മമാര് ചെയ്ത പോലെ ഇപ്പൊ പിന്നെ അതിന് മെക്കനൈസേഷൻ ഉണ്ട്. നമുക്ക് അതിന് പറ്റിയ മില്ലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇടിച്ച് എടുക്കാനുള്ള. അത് എള്ളുണ്ടയായിട്ട് നമ്മൾ അവരെ വിളിച്ചു പറയും, അവര് ഓർഡർ എടുക്കും, അവിടെ കൊണ്ടെത്തി. അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് റെഡി ടു യൂസ് അല്ലത്. അത് 3 days ആണ് നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചാൽ ഒരാഴ്ച വരെ ഇരിക്കും. അതിൽ കൂടുതൽ നമുക്കത് വെക്കാൻ പറ്റില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നുണ്ട്. അതിലൊരു ആത്മസംതൃപ്തി ഉണ്ട് ശരിക്കും. തീർച്ചയായിട്ടും. ഇതിന്റെ ഡയറക്ട് ബോർഡും കാര്യങ്ങളും ഒക്കെ എല്ലാം സ്ത്രീകൾ തന്നെയാണോ? അല്ല, ഞങ്ങള് FPC പറയുമ്പോൾ FPCയുടെ ഡയറക്ടർ ബോർഡിൽ 3 സ്ത്രീകളുണ്ട്, 3 പേര് പുരുഷന്മാർ. അങ്ങനെയാണ് 6 പേര്. പിന്നെ ഒരു CEO ഉണ്ട്. CEO പുരുഷനാണ്. ബാക്കി ഈ നടത്തിപ്പ് ഇതൊക്കെ ചെയ്യുന്നത് സ്ത്രീകളുടെ കൂട്ടായ്മകളാണ്. അതിനകത്ത് ചക്കയുടെ പ്രോഡക്ട്സും അതുപോലെ, ചക്ക ഹൽവ, ചക്ക ഉപ്പേരി, അതൊക്കെ ചക്കയുടെ സീസണലാണല്ലോ, പരമാവധി ഉപയോഗപ്പെടുത്തും. ആളുകൾ വിളിക്കുമ്പോൾ വറുത്ത് കൊടുക്കും. അത് നമ്മൾ വറക്കുന്നതിന് ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് നമ്മളൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതും നല്ല ഡിമാൻഡായിട്ട് വരുന്നുണ്ട്. എള്ളാണ് എല്ലാ കാലത്തും എള്ളിന് വലിയ ഡിമാൻഡ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ FPC മനുഷ്യന്റെ പ്രത്യേകിച്ച് ഓണാട്ടുകരയുടെ തനിമയുള്ള ഭക്ഷണ സാധനങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ ഭക്ഷണ സാധനങ്ങളാക്കി ജനങ്ങളിൽ പരമാവധി എത്തിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു നന്മ ഞാൻ വ്യക്തിപരമായി കാണുന്നത് അതിനകത്തൊരു ആരോഗ്യദായകമായ വശമാണ്. കാരണം അതിനകത്തിൽ നമ്മളൊരു ഭക്ഷണ പദാർത്ഥം കൊടുക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു തനത് ഭക്ഷണം നമ്മളുടെ ആരോഗ്യത്തിനൊരു മരുന്ന് പോലെ പ്രയോജനപ്പെടുന്നതാണ് ഈ പറയുന്നതെല്ലാം. അപ്പോൾ അത് കുറച്ച് എത്രയും പരമാവധി ഭംഗിയായി നടക്കട്ടെ, അത് ഏറെ വികസ്വരമായി മാറട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഇപ്പം നമ്മൾ വേറൊരെണ്ണം കൂടെ ഉണ്ട്. അതിൽ നഴ്സറി തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാം. എല്ലാത്തരം വിത്ത് തൈകളും. ഇപ്പൊ ബന്ദിയുടെ സീസണാണ്, ഓണത്തിന് പൂക്കാലം വരുമല്ലേ. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ടാക്കി വെച്ചു. ഇപ്പൊ വിൽപ്പന തുടങ്ങും. അത് വേറൊരു ഗ്രൂപ്പ് ഓഫ് ലേഡീസാണ്. ഇതെല്ലാം സ്ത്രീകളുടെ കൂട്ടായ്മകളാണ്. ശരിക്കും സ്ത്രീകളുടെ കൂട്ടായ്മ വെച്ചാൽ അവരത് ശ്രദ്ധിക്കുകയും ചെയ്യും. പിന്നെ അവർക്ക് ഒരു വരുമാനം വരുമല്ലോ. പുരുഷന്മാർ വേറെ എവിടെയും പോയി പണി ചെയ്യും, സ്ത്രീകൾക്ക് വീട്ടിലോട്ടൊരു വരുമാനം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരിക്കും ഈ കൃഷി വിജ്ഞാന കേന്ദ്രം ഈ കാര്യത്തിൽ വലിയൊരു സപ്പോർട്ടുണ്ട് അല്ലേ. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആ ഒരു പങ്കിനെയും പങ്കാളിത്തത്തെയും നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല, ഒരിക്കലും കാണാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ശരിക്കും അവരുടെ കാലഘട്ടം കഴിഞ്ഞു നമുക്ക് തരേണ്ട സപ്പോർട്ട്. പക്ഷേ ഇന്നും ഞാൻ പലപ്പോഴും പല ഇടത്തും പറഞ്ഞിട്ടുള്ളത്, ആദ്യം അവർ മുന്നിൽ നിന്ന് ഞങ്ങളെ പുറകിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് തന്ന് പിന്നെ ഒപ്പത്തിനൊപ്പം നടത്താൻ തുടങ്ങി. ഇപ്പം ഞങ്ങളെ മുന്നിലോട്ട് നിർത്തി അവർ പുറകിൽ നിന്ന് നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. അതെ, താങ്ങായിട്ട് പുറകിൽ നിന്ന് അവർ ശ്രദ്ധിക്കും. ഞാൻ എല്ലാവിടെയും അത് പറയും. എന്നുവെച്ചാൽ നമുക്കത് ഒട്ടും മറന്നു കളഞ്ഞ് നമുക്കൊരു വാചകം പറയാൻ പറ്റത്തില്ല. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഓണാട്ടുകരയിലെ ഈ CPCRE കൃഷി വിജ്ഞാന കേന്ദ്രം മറ്റ് കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ആരെയും കുറച്ച് കാണുക, പക്ഷെ കുറച്ചുകൂടി കർഷകപക്ഷം ചേർന്ന് ഇൻവോൾവ്മെന്റ് ഉണ്ട്, കുറച്ചുകൂടി ഒരു ആത്മാർത്ഥതയുണ്ട്, അതിൻ്റെ ഒരു അംശം കൂടുതലാണ്. അതിൻ്റെ ഒരു നന്മയാണ് നമ്മളുടെ ഈ ഞങ്ങൾക്ക് എവിടെ അത് പറയാതെ പോകാൻ പറ്റില്ല. നമുക്ക് പറയണം. കാരണം ഒരാൾ നന്മ ചെയ്യുമ്പോൾ നമ്മളത് വിളിച്ചു പറയണമല്ലോ. പിന്നെ ഇപ്പം ഇത് കഴിഞ്ഞാൽ മാഡം അവിടെ
പള്ളിക്കൽ സഹകരണ സംഘത്തിന് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി, ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി എന്നുള്ളതാണ് സഹകരണ തത്വം തന്നെ. അപ്പം എങ്ങനെയാണ് പള്ളിക്കൽ സഹകരണ സംഘത്തിൻ്റെ അല്ലെങ്കിൽ സഹകരണ ബാങ്കിൻ്റെ ഒരു പ്രവർത്തനം? കൃഷി, പ്രത്യേകിച്ച് ഒരു കാർഷിക പ്രധാനമായ ഒരു പ്രദേശത്ത് ഓണാട്ടുകരയിൽ അങ്ങനെ ഒരു സംഘം നിലനിൽക്കുമ്പോൾ ശരിക്കും കേരളത്തിലെ എല്ലാ സഹകരണ സംഘങ്ങളും കൃഷിയുടെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടായ ഐക്യനാണയ സംഘങ്ങളാണ്. അതാണ് ക്രമേണ ഇന്നത്തെ നിലയിലേക്ക് മാറിയത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തന ശൈലി? അത് തന്നെ കുടുംബശ്രീ അംഗങ്ങൾക്ക് അങ്ങനെ SHGകൾക്കൊക്കെ ലോൺ കൊടുക്കുന്ന ഇതുണ്ട്, സ്ത്രീ കൂട്ടായ്മകൾക്കുണ്ട്, അല്ലാത്ത ഇവർക്കും കൊടുക്കുന്നുണ്ട്, എല്ലാവിധമായ അതുണ്ട്. അപ്പോൾ സ്ത്രീകളെയും കുറച്ച് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആ കാര്യത്തിൽ. അത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രസിഡന്റായിട്ടൊരു വനിത വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു ഊന്നൽ കൊടുക്കണമല്ലോ. അപ്പോൾ കൃഷിക്ക് ഒരു ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം എന്തെങ്കിലും വ്യത്യസ്തങ്ങളായ പദ്ധതികൾ വല്ലതും നമ്മളോട് അത് നമ്മൾ ഞാൻ ആയിട്ടിപ്പോൾ 1 വർഷമായുള്ളൂ എല്ലാം പഠിച്ച് കൃത്യമായിട്ട്. എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ കൃഷിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നല്ല വിത്ത് തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ നഴ്സറി പോലെ തന്നെ ഇപ്പം അതൊരു പ്രദേശത്താണെങ്കിൽ മറ്റൊരു പ്രദേശത്ത് എല്ലായിടത്തും അതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നമുക്ക് ഇന്നിപ്പോൾ എല്ലാവർക്കും ആവശ്യം വിത്ത് വാങ്ങിക്കൊണ്ട് പോവല്ല, അവർക്ക് അത് തൈയാക്കി കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ കഴിയുന്നെങ്കിൽ ചിലർക്ക് ചട്ടിക്ക് അത് തന്നെ കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് നമുക്ക് ഇപ്പം മിക്കവാറും എല്ലാ സഹകരണ സംഘങ്ങളും ആ രീതിയിലേക്ക് വരുന്നുണ്ട്. അത് കൃഷിക്കൊരു പ്രോത്സാഹനം കൂടാണ്. കാരണം ഒരു വീട്ടിലെങ്കിലും ഒരു എന്തെങ്കിലും ഒന്നുണ്ടാകട്ടെ. അപ്പോൾ അതിന് ഒരു പ്രവർത്തന നമ്മളതിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ചില പദ്ധതികൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ല കൃഷിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാണ് ഇരിക്കുന്നത്. പിന്നെ അത് തന്നെയാണല്ലോ നമ്മുടെ ലക്ഷ്യം എന്നും പറയുന്നത്. കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വരണം അല്ലേ? അതിന് നമ്മുടെ സഹകരണ ബാങ്കിനെ അതിനൊരു ഏറ്റവും വലിയൊരു ഉപാധിയാക്കി മാറ്റുക. അതെ അതെ, അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു കാലത്ത് പശു വളർത്തൽ വളരെ പ്രധാനമായിരുന്നു. കാരണം പശു വളർത്തലില്ലാത്ത, എരുത്തിലില്ലാത്ത ഒരു വീട് പോലും ഒരു കാലഘട്ടത്തിലില്ലായിരുന്നു. ഇപ്പോൾ എരുത്തിലുള്ള വീട് നമ്മൾ അന്വേഷിച്ചിറങ്ങേണ്ടി വരും. ഒരല്പം ഗോമൂത്രം വേണം ഏതെങ്കിലും ഒരു ആവശ്യത്തിനെന്ന് പറഞ്ഞ് നമ്മൾ ഈ തിരക്കി പിടിച്ച് ഒരു 100 വീട്ടിലൊരു വീട് അന്വേഷിച്ച് പോകേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി. അതാണ്. കാരണം അധ്വാനിക്കാനുള്ള അല്ലെങ്കിൽ ആയാസമുള്ള ജോലിയൊന്നും ചെയ്യാൻ നമ്മൾ പൊതുവേ സന്നദ്ധമാകുന്നില്ല. അപ്പോൾ ആ ഒരു, പിന്നെ മാത്രമല്ല ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ് ഈ പശു വളർത്തൽ എന്ന് പറയുന്നത്. നമുക്ക് ഈ പശു വളർത്തലിൻ്റെ പ്രോത്സാഹനത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പിന്നെ നബാർഡ് ഞങ്ങളോടൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ ആലോചനയിലാണ്. അതിലൊരു ഇതാണ് പശുവുണ്ട്, കോഴിയുണ്ട്, പച്ചക്കറി കൃഷിയുണ്ട്. അതിങ്ങനെ ഗ്രൂപ്പുകളാക്കി അവരെ കൊണ്ട് കൃഷി ചെയ്യിച്ച് നമ്മൾ എടുത്ത് മാർക്കറ്റ് ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ പാലിൽ നിന്നുള്ള മൂല്യവർധന നല്ലതായിട്ട് നടത്താൻ പറ്റും. അതിനൊക്കെ ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവരണം. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങളൊന്ന് ആലോചിക്കുന്നുണ്ട്. ആലോചിക്കുന്ന വെച്ചാൽ ഉടനെ തന്നെ ഒരു പ്രോജക്റ്റ് ആകും. നമ്മൾ അതിലേക്ക് പോവാണ്. കാരണം പശു വളർത്തലും ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ കേരളത്തിൽ കൃഷിയുടെ ശോഷണത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം എരുത്തിലുകൾ ഇല്ലാതായതാണ്. കാരണം ചാണകവും ഗോമൂത്രവും അടക്കം മണ്ണിന് ഉർവരമാക്കുന്ന, മണ്ണിന് വളമായിരുന്ന, മണ്ണിൻ്റെ ഊർജ്ജമായിരുന്ന ഇത് ഇല്ലാതായപ്പോഴാണ് കൃഷി തന്നെ അന്യമായി. മറ്റേ ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, ഇത് ഒഴിവാക്കണേ കൃഷി ചെയ്തേ പറ്റൂ. അപ്പോൾ അവിടെ നമുക്ക് കൃഷിയുടെ ഒരു തിരിച്ചുവരവിനും കൂടി ഇത് സഹായകമായി മാറും. കൃഷിയുടെ ഒരു തിരിച്ചുവരവ് മാത്രമല്ല, മണ്ണിൻ്റെ ഒരു സമ്പുഷ്ടതയും കൂടെ ഉണ്ട്. വളരെ പ്രധാനമല്ലേ? എനിക്ക് അത് വലിയ പ്രധാനമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാസവള പ്രയോഗം കൊണ്ടൊക്കെ കുറച്ച് മണ്ണിൻ്റെ ഘടന മാറിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനും കൂടെ തിരിച്ചു പിടിക്കാനും കൂടെ ഉള്ളൊരു ശ്രമമായിട്ടാണ് എന്നെ കാണുന്നത്. വളരെ നല്ല കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് പൊതുരംഗത്ത് കൂടുതൽ ശ്രദ്ധേയായത്. ഇപ്പോൾ അത് ആ ഉത്തരവാദിത്വം അങ്ങോട്ട് മാറിയപ്പോൾ ഇതുപോലെയുള്ള ഗ്രാമതലത്തിലുള്ള സ്ത്രീകളുടെ കൂട്ടായ്മ, നമ്മളുടെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വേര് തേടിയുള്ള ഒരു നന്മ പ്രവർത്തനം, ഇതൊക്കെയും ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമീണമായ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണ്. അപ്പോൾ അതിൽ കൂടുതൽ സജീവമാകാൻ കഴിയട്ടെ, കൂടുതൽ സക്രിയമാകാൻ കഴിയട്ടെ. ഒരുപാട് പ്രയോജനം അതിലൂടെ പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക്, നമ്മുടെ വനിതകൾക്ക് അത് വലിയ ഉത്തേജനമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവിധമായ ആത്മാർത്ഥമായ സഹായ സഹകരണവും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. കാരണം ഇതൊരു അഭിനന്ദനാർഹമായ കാര്യമാണ്. പലരും ഒരു പ്രായം കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു കയറുന്ന ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണിത്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതൊരു നന്മയുള്ള
കാര്യമാണ്. അപ്പോൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്, ചേതനയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇത്രയും അനുഭവങ്ങൾ പങ്കുവച്ചതിന്, ഇത്രയും പ്രവർത്തന ചാതുര്യത പങ്കുവച്ചതിന് നന്ദി. നമസ്കാരം. നന്ദി സർ, നന്ദി.